കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാ കേട്ടോ. പ്രത്യേക കല തന്നെയാണത്. അതാണ്. ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ വണ്ടിയെടുത്ത് വേലായുധേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മൺചട്ടി കലം ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ വേലായുധേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. 2 ദിവസം മുൻപ് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ കൊറോണ കാരണം അവർക്ക് വർക്കൊന്നുമില്ല, വർക്ക് കുറവാണ്. മഴക്കാലമായാലൊക്കെ വർക്ക് കുറവാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളി വന്നു. 1 മണിക്കൂർ കൊണ്ട് നീ വാ, ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേലായുധേട്ടൻ്റെ കലം ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് കിടക്കാം. നേരെ ഹായ്, ഇക്രു അതായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് കലയൊക്കെ ഉണ്ട്. ഞാനിന്ന് വേലായുധേട്ടൻ്റെ കൂടെ കല ഉണ്ടാക്കാൻ വേണ്ടി പോകാം. കല ഉണ്ടാക്കണമെന്ന് പഠിക്കണം. എൻ്റെ ചെറുപ്പത്തിലെ വലിയൊരു ആഗ്രഹമാണ് കല ഉണ്ടാക്കുന്ന കാണണം, അതുപോലെ തന്നെ കല ഉണ്ടാക്കണമെന്ന് പഠിക്കണം. അപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കുലത്തൊഴിലാണ്. അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതാണ് വേലായുധേട്ടന്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ കല ഉണ്ടാക്കിയാലോ? കല ഒരുപാട് നേരം ചവിട്ടണം. ചവിട്ടി ഇങ്ങനെ മിക്സ് ആക്കിയതിൻ്റെ വേണം, ശേഷം വേണം പിന്നെ കൈ കൊണ്ടൊന്ന് കുഴക്കാൻ. കൈ കൊണ്ട് അല്ലേ? ഇത് കളിമണ്ണില് മണൽ കൂട്ടണം. എന്തെങ്കിലും കൂട്ടണം? മണൽ കൂട്ടണം. മണൽ കൂട്ടഞ്ഞാല് പിന്നെ ഇത് ചൂളയിലും പൊട്ടിത്തെറിക്കും, അടുപ്പത്തും വെക്കാൻ പറ്റില്ല. അതായത് ലാസ്റ്റ് ചൂള വെക്കുമ്പോൾ പൊട്ടിത്തെറിക്കും, അതേമാതിരി അടുപ്പത്തൊന്നും വെക്കാൻ പറ്റില്ല അല്ലേ? അരമണിക്കൂറൊക്കെ വേണ്ടി വരും. ഇത് കുറച്ച് മതി, പക്ഷെ ഇതിന് അരമണിക്കൂറൊന്നും വേണ്ട. അധിക സമയമാകുമ്പോൾ കൂടുതൽ വേണം അല്ലേ? കൂടുതൽ സമയം വേണ്ടി വരും. കൂടുതൽ സമയം വരും. ഒരു ചട്ടി ആയി വരാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ലേ? ചട്ടിയുടെ കല ആയി വരണമെങ്കിൽ അല്ലേ? കാണുന്നോലിപ്പോ ഇതിന് വില പറഞ്ഞ് വില ഒക്കെ കുറച്ച് വില പേശിയൊക്കെ പോകും. സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തിയ പറയുന്ന വില കൊടുക്കും. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ പറഞ്ഞു വലിക്കും. സാധാരണക്കാരൻ്റെ ആണെങ്കിൽ വില പേശി എത്ര ചോദിക്കണം അതിന്റെ പകുതി അതിൽ നീപ്പെട്ട് കിട്ടാൻ വേണ്ടി തോന്നുന്നു അല്ലേ? നമ്മൾ പെരകളൊക്കെ ഉണ്ടാക്കുമ്പോ എന്താ വെച്ചാല് നമ്മൾ ഒരു ഡിമാൻഡ് കുറയ്ക്കലേ മതി. എത്ര കുറച്ച് കിട്ടാൻ നോക്കണേ അത്രയ്ക്ക്. അതിനെന്താ വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കച്ചവടക്കാർക്കാണ് മെച്ചം. ഞങ്ങൾക്ക് അതിന്റെ പകുതി വില കിട്ടില്ലേ? പകുതിയില്ലേ? ഞങ്ങൾ പീടിക കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പകുതി വില കിട്ടുന്നില്ല. പകുതി വില കിട്ടൂല. നേരെ മറിച്ച് നമ്മള് പെരകളോട് കൊടുക്കുകയാണെങ്കിൽ ഒരു 3/4 വിലക്ക്. ഇപ്പൊ വീടുകളിൽ കൂടെ ഒക്കെ പോണ ആളുകൾ കുറവല്ലേ? ഇപ്പൊ കുറവാണ്. കാരണം വെച്ചാൽ ഒന്നാമത്തെ ഈ കൊറോണയും വേറുള്ളതും, പിന്നെ ചെലവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പൈസ അല്ല, ചെലവ് വാങ്ങി. ഇപ്പൊ കല്ല് കുടുങ്ങാൻ പാടില്ല, അതുപോലെ കരടൊന്നും കൊടുക്കാൻ പാടില്ല. കല്ലും കരടൊന്നും കുടുങ്ങാൻ പാടില്ല. കല്ല് കുടുങ്ങിയാൽ എന്താ ഓട്ടയാവോ? ചില്ലെടുക്കും അല്ലേ? കരട് കുടുങ്ങിയാൽ ഓട്ടയാവും. അപ്പൊ അത്രയും സൂക്ഷിച്ച് വേണം ചെയ്യണം. നമ്മൾ പറഞ്ഞാൽ നമുക്ക് എല്ലാം കൈപ്പണി. ഇതിന് മെഷീനൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു കുലത്തൊഴിലാണ്. പക്ഷെ ഇതിനൊക്കെ സർക്കാർ എന്തായാലും പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരിക്കും നല്ല വാർഡ് മെമ്പറൊക്കെ അറിഞ്ഞത് നാട്ടം പോലെ ചെയ്തു തരേണ്ടതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ശരിക്കും മെഷീനൊക്കെ വേണം ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ മണ്ണ് ഇടിക്കണം. നിങ്ങളെ മക്കൾ ആരെങ്കിലും ഒക്കെ ചെയ്യണ്ടോ? നിങ്ങളെന്നെ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളെ അച്ഛനെ ഇതുപോലൊക്കെ ചെയ്ത് നിങ്ങൾ എടുത്ത് അല്ലേ? അങ്ങനൊന്നും പോണ കലയാണ് ശരിക്കും കളിമണ്ണിനോടുള്ള പരിപാടി എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലിപ്പോ എനിക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാം. ആനയായിട്ടും പിന്നെ വേറെ സാധനങ്ങളായിട്ടും വിഗ്രഹങ്ങളായിട്ടും ശില്പങ്ങളൊക്കെ എല്ലാം ഞാൻ ഉണ്ടാക്കും. പക്ഷെ അപ്പൊ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതിനൊന്നും പിന്നെ സീസണല്ല. ഇതിപ്പോ നല്ലപോലെ പോകണ്ടോ ഈ കലങ്ങളിൽ? അപ്പൊ അതല്ലേ ഈ കിടക്കണ മുഴുവൻ. അപ്പൊ ഈ കൊറോണന്റെ സമയത്തൊക്കെ നല്ല സ്റ്റോക്ക് കെട്ടിക്കിടക്കാണല്ലേ? ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഒരു 3-4 മാസമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടില്ലേ? പിന്നെ ഞങ്ങൾക്ക് ഇത് ഉണങ്ങി കിട്ടൂല. പിന്നെ പോരാത്ത ഇത് ചൂളയ്ക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വിറക് കിട്ടുള്ള ക്ഷാമാണല്ലേ? പിന്നെ സംഭവം കാര്യമായിട്ട് ഇത് പിന്നെ ഉണങ്ങി കിട്ടണം. ഈ മഴക്കാലത്തൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല.
അപ്പൊ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് എല്ലാത്തിനും ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് മെഷീനറി സാധനങ്ങളൊക്കെ സർക്കാരിനൊക്കെ കുറച്ച് അല്ലെ ഒരു സബ്സിഡി ലെവലിലോ അല്ലെങ്കിൽ കുറച്ച് ഒരു പുതിയ മെഷീനറികളെ കിട്ടിയ ഒന്നുകൂടി മെച്ചപ്പെടുത്താം അല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ 20,000 ഇപ്പൊ എനിക്ക് ഒരു 4-5 കൊല്ലം മുന്നേ കിട്ടി. ആ കിട്ടിയതില് പിന്നെ ഷെഡ് ഉണ്ടാക്കി, ചൂളുണ്ടാക്കി, നിങ്ങളുടെ പണികളൊക്കെ ചെയ്തു. ഈ ചക്രത്തിന്റെ പൈസ കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന്റെ ബാക്കി പൈസയൊന്നുമില്ല. പിന്നെ ഒരു 6-7 ഉറുപ്പോളം കടം വന്നു. പിന്നെ പണി എടുത്താണ്ട് ഞാൻ കൊടുത്തും ചെയ്തു. മണ്ണ് കൽപ്പറ്റ പോകണം. വയനാട് വയനാട് പോയിട്ടാണ് മണ്ണ് മലപ്പുറത്ത് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ചെലവൊക്കെ ഒരുപാട് വരും. കാരണം വെച്ചാല് നമുക്കിപ്പോ പിന്നെ നമ്മളവിടെ ചെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വരും. ഓല ചെക്ക് പോസ്റ്റിൽ പിടിക്കും. ചെക്ക് പോസ്റ്റിൽ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ ഓല എടുത്തു തരികയാണെങ്കിൽ അത്ര വരൂല. പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഓല റെഡിയാക്കി തരും. പിന്നെ പറഞ്ഞാൽ ഞങ്ങള് അതിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കണം. സാധനം ഇവിടെ എത്തിച്ചു തരും. ഞങ്ങൾ ഒപ്പം പോകണം. ഒപ്പം പോയി കഴിഞ്ഞാലുള്ള നമുക്ക് സാധനം കിട്ടുള്ളൂ. ഇപ്പൊ ചില ലോഡൊക്കെ മണ്ണ് മോശമായിട്ട് തിരിച്ചയക്കണം. അങ്ങനെ മോശമുള്ള മണ്ണ് പിന്നെ വന്നു കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് പറ്റൂല പറയും. ഓർക്ക് അറിയാം അതിനെ പറ്റി. ഇപ്പൊ വയനാട്ടിൽ മാത്രമേ നല്ല മണ്ണുള്ളൂ. വയനാട്ടിലുള്ള നല്ല മണ്ണ് അത്രയും ദൂരത്ത് കൊണ്ടുവരണല്ലേ. ഏതായാലും ഒരുപാട് കഷ്ടപ്പാടത്തിനുണ്ട്. ഇപ്പൊ നമ്മളത് മിക്സ് ആയി കഴിഞ്ഞു. ഇനി ചെയ്യണല്ലേ? കൈകൊണ്ട് ഇനി ഒരുപാട് നേരം ചെയ്യണം. ഇതിപ്പോ കുറച്ച് മണ്ണ് ഇത്ര സമയം ഒരുപാട് മണ്ണാകുമ്പോ ഒരുപാട് നേരം എടുക്കും. മണിക്കൂർ കണക്കിന് വരും. ഇതൊക്കെ കല്ല്. ഈ കല്ല് ഉണ്ടെങ്കിൽ സാധനം നഷ്ടപ്പെടും. നമ്മള് കല നഷ്ടപ്പെടും അല്ലെ? വേസ്റ്റ് ആയി പോകും. പിന്നെ വേറെ പുറത്ത് ഒഴിവാക്കാനേ പറ്റുള്ളൂ. ഒഴിവാക്കാതെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി കളയലാണ്. ഇത് ഞങ്ങൾക്ക് പിന്നെ ഒരു ഉപകാരത്തിന് പറ്റില്ല. ആരും എടുക്കൂല അല്ലെ? ഈ ചൂട് വെക്കുമ്പോ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ആ കല ഓട്ടയാവും അല്ലെ? ഓട്ടയാവും. ഇതിപ്പോ ഏകദേശം മിക്സ് ആയോ? ഈ നേരെ എന്താ ചെയ്യണേ? നേരെ ചക്രത്തിലേക്ക് വെക്കൂലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എത്ര ഒരു കാലോ 2 കാലോ അതുകൊണ്ട് ഉണ്ടാക്കണം? ഇതില് ഒന്നും ഉണ്ടാക്കാം. വലുപ്പത്തിനനുസരിച്ച് എത്ര വലുപ്പമുള്ള ഉണ്ടെങ്കിൽ 4-5-6 ചെറുതാണെങ്കിൽ നമ്മളെ എണ്ണയൊക്കെ വെക്കണ തിരിയെ കത്തിക്കണാണെങ്കിൽ നേരെ ചക്രത്തിലേക്ക് വെക്കല്ലേ? പണ്ടൊക്കെ ഈ ഇരുമ്പിന്റെ ചക്രം ഇല്ലല്ലോ. അന്ന് എന്തുകൊണ്ടാ? പണ്ട് മരങ്ങളാണ്. മരല്ലേ? മരം ഉപയോഗിച്ചു. മരം വേങ്ങ. നിങ്ങൾ എത്ര മക്കളായിരുന്നു ശരിക്കും? ഞങ്ങൾ 3 ഈ പണി എടുക്കുന്നുണ്ട്. അനിയന്മാർക്ക് അനിയനും ഒന്ന് പെങ്ങളാണ്. പെങ്ങൾക്കൊന്നും അറിയില്ല. പെങ്ങൾക്ക് അനിയനൊന്നും അറിയില്ല. അപ്പൊ ഞാനാ മൂത്ത. നിങ്ങൾക്ക് ഇത് അച്ഛനമ്മയും പറഞ്ഞു അങ്ങനെ ചെയ്ത്. അപ്പൊ നമ്മൾ തുടങ്ങിയല്ലോ. നല്ല വെള്ളം കുടഞ്ഞില്ലേ? നമ്മൾ കൈ കൊണ്ട് തന്നെ കറക്കണം? അല്ല, ഇത് വടിയുണ്ട് അല്ലേ? ഇതിന് കൈ കൊണ്ട് കറക്കണം. മണ്ണിടാന് സെറ്റായ കളിമണ്ണ് വെച്ചു കൊടുക്കുക. കാണാൻ നല്ല രസമുണ്ട്. ഇനി വടി കൊണ്ടല്ലേ? അപ്പം കുമ്പിടി തന്നെ വേണ്ടിയത്. നല്ല സ്പീഡിൽ കറക്കണം അല്ലേ? നല്ല സ്പീഡിൽ. ഗവൺമെന്റ് ആകെയായിട്ട് എല്ലാം ഉണ്ട്. നമ്മക്ക് ഇതുവരെ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. സാധനം കിട്ടിയില്ല. ഇപ്പൊ ഷേപ്പ് മാറിയല്ലോ അല്ലേ? ഇത് കാണുന്നത് ഒരു പ്രത്യേക ഭംഗി കേട്ടോ.
പ്രത്യേക കല തന്നെയാണത്. അതാണ്. പക്ഷെ ഇത് നമ്മളെ മനസ്സിലെങ്ങനെ വിചാരിക്കുന്നത് അതേപോലെ ഇത് വരുന്നത്. അതെ അതെ, നമ്മളെ മനസ്സിലെ ഭാവന തന്നെയാണ് അതിൽ വരുന്നത്. ഇതിനെ നമുക്ക് എന്തും ആക്കാം അല്ലേ? ഞാൻ വിചാരിച്ച എന്തും ആക്കാം. ഇത് കാര്യമായിട്ട് എങ്ങനെയാണെന്നോ, പെരക്കാരൊന്നും ഈ അയലോക്കത്തുള്ള ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഇതിനെ പറ്റി അറിയാം. ഇതിന്റെ നയിപ്പ് എങ്ങനെ, ഇതിന്റെ അധ്വാനം എങ്ങനെ വെച്ചാണ്ട് എല്ലാം അറിയാം. നേരെ മറിച്ച് വിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഓല് ഇത്ര മണ്ണ് പോരാ, അത്ര മണ്ണ് പോരാ, അങ്ങനെ പോരാ, എങ്ങനെ പോരാന്ന് അത് പറയും. നേരെ മറിച്ച് ഇത് പൈസ ചെലവില്ലേ വേറെയൊന്നും. ഒരു ലോഡിന് ഏകദേശം എത്ര റുപ്യ വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത്? വയനാട്ടിൽ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ മണ്ണ് ഒരു ലോഡിന് 40,000 ചോട വരും. 40,000? 40,000 ചോട വരും. വലിയ എമൗണ്ട് അല്ലേ? അത് ഞങ്ങൾ 2 പെരക്കാരൊക്കെ കൊണ്ടുവരുന്ന സാധനം. മറ്റേ ഒരാളെ കൊണ്ട് പിടിച്ചാവൂല. ബാങ്കിലും എടുത്താണ്ട് ഇത് കൊണ്ടുവരുന്നതേ. ബാങ്കിലും എടുത്തിട്ട് നിങ്ങൾ ചെറുപ്പം മുതലേ ഏതാ ചെയ്തല്ലേ? ഞാൻ 9 വയസ്സാകുമ്പോ തുടങ്ങിയ പണിയത്. 9 വയസ്സ്. അവിടെ നിന്ന് പഠിക്കണം. ഇത് പെട്ടെന്ന് ഒരാൾക്ക് പഠിക്കാൻ കഴിയില്ല. ക്ഷമ വേണം. പിന്നെ ഒരു അതിനോടുള്ള ഇഷ്ടം വേണം. ഇഷ്ടം വേണം, താല്പര്യം വേണം. താല്പര്യം ഇല്ലാഞ്ഞാല് ഏത് പണിക്കും അങ്ങനെയാണല്ലോ. താല്പര്യമാണല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ പണിയും നടക്കുള്ളൂ. നമുക്ക് എടുക്കാൻ കഴിയും. എടുക്കുക എന്ന് വെച്ചുള്ളൊരു ശില്പങ്ങളൊക്കെ ഉണ്ടാക്കൂലേ? എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല ആർക്കും അതിനെ പറ്റി. ചിലപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിലേ അല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൾക്കാർ കണ്ടേ വിളിക്കട ശില്പങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, പിന്നെ മാളുകാരോ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ. ഇനി നേരെ നമ്മള് തച്ച് കൂട്ടിന് ശേഷം ഉണങ്ങിയിട്ടാണോ തച്ച് കൂട്ടുക? ഉണങ്ങണല്ലേ? അപ്പൊ പെട്ടെന്ന് ഉണങ്ങാൻ ഒരു 3-4 ദിവസം പിടിക്കും. 3-4 ദിവസം പിടിച്ചു. തച്ച് കൂട്ടിന് ശേഷം നമ്മള് ചൂള വെക്കൂലേ? തച്ച് കൂട്ടിയതിന് ശേഷം പിന്നെ ഇത് ചുവന്നാണ് വെക്കണം. ചുവന്ന മണ്ണ് കളറിന് ചുവന്നതാ. അതാ മഞ്ഞ മണ്ണില്ലേ? ഈ കട്ട കണ്ടോ നിങ്ങള്? ഒരു മഞ്ഞ കളറാണ്, അതുപോലെ തന്നെ റെഡും ഉണ്ട്. ഇതാണ് അതിന്റെ കളർ ചെയ്യുക. അപ്പൊ നമ്മൾ കാണുന്നത് കണ്ടോ, ഈ കളറിന് നമ്മൾ ചിലപ്പോൾ യെല്ലോ കൊടുക്കും, അതുപോലെ തന്നെ റെഡ് കൊടുക്കും. ഇത് മണ്ണ് തന്നെയല്ലേ? മണ്ണ് മിക്സ് ആക്കി കട്ടാക്കി വെച്ചത്. മറ്റേ ഇത് പിന്നെ പാടത്തുണ്ടാവും, ചില പാടത്തുണ്ടാവും. നമ്മൾ ഈ കാള ഇത് പൂട്ടി കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും, മറിഞ്ഞു വരുന്ന ആ മണ്ണാണ്. ഈ റെഡ് മണ്ണ് ചുവന്ന കളർ ഏതാ? ചുവന്ന കളറ് അത് ചൂള വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് കളറാവും. അതായത് തേച്ച് കഴിഞ്ഞാൽ ചുവപ്പാവില്ല. അങ്ങനെയാണ് അല്ലേ? അങ്ങനെ. ഇപ്പൊ നമ്മള് നേരത്തെ ഫസ്റ്റ് എടുത്തില്ലേ, അത് ആ ടൈപ്പ് കലല്ലത്? ആ ടൈപ്പ് കല അല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇതിന് വ്യത്യസ്ത കളറൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? കളർ കൊടുക്കാം നമുക്ക്. പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പല കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെക്കറേഷനെ പറ്റുള്ളൂ. വീട്ടിൽ ഉപയോഗിക്കണേ കളർ ഈ മണ്ണിനെ തേക്കണം. ഇതിപ്പോ ചൂട് വെച്ച് വരുമ്പോ ഈ കളറും ഇങ്ങനെ ആവൂലേ? കണ്ടില്ല നിങ്ങള്? അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു കല തന്നെയാണ്. ഇതില് കണ്ടോ അല്ലേ? ഈ വർക്കൊക്കെ കണ്ടോ നിങ്ങള്? സൈഡിലെ ഓരോ വർക്കുകളൊക്കെ ഇതൊക്കെ ഒരു കല തന്നെയാണ്. ഓരോ ലെയർ ആയിട്ട്. പിന്നെ കപ്പുണ്ട്, ദോശച്ചട്ടി ഉണ്ട്, അല്ല ദോശച്ചട്ടി മീൻ വറക്കുന്ന ചട്ടിണ്ട്, പിന്നെ കൈയുള്ള ചട്ടിണ്ട്. അതൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, മൺചട്ടികളൊക്കെ കിടക്കുന്നത് കൊറോണ കാരണമാണ്. ചൂള് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ അട്ടി വെച്ച് വെക്കാം. ചൂള് വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ചൂള് വെക്കുന്ന രീതിയാണിത്. ഈ ചെറിയൊരു കുഴി ഉണ്ടാവും. ഈ കുഴിയിൽ എല്ലാ പാത്രങ്ങളും അടുക്കി വെക്കും, പൊട്ടാത്ത രൂപത്തിൽ അടുക്കി വെക്കും. നേരത്തെ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, കല്ല് അതുപോലെ കരടൊക്കെ കുടുങ്ങിയാൽ പൊട്ടിത്തെറിക്കും. ഈ ചൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് പൊട്ടിത്തെറിക്കും. ആ പാത്രം പിന്നെ വേസ്റ്റാണ്. ചുറ്റുഭാഗം നല്ലപോലെ മണ്ണ് കൊണ്ട് കവർ ചെയ്യും, അതുപോലെ ഓട് വെച്ചിട്ട് കവർ ചെയ്യും.
അതിൻ്റെ പുക പുറത്തേക്ക് വരാൻ നിൽക്കാൻ നല്ല പോലെ കവർ ചെയ്യും. റബ്ബർ ഷീറ്റിന് നമ്മൾ പുറത്ത് തീയിടില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനും തീയിടുന്നത്. പുറത്ത് നമ്മൾ വിറകൊക്കെ വെച്ചിട്ട് നമ്മൾ തീയിടും, അതിൻ്റെ പുക അകത്തേക്ക് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കലാകാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയമാണ് നമ്മളെ കയ്യിൽ ചട്ടി, അതുപോലെ ഇത് എന്താ പറയാ, ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ അത് മീൻ വറുക്കാനും അല്ലേ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ഇവിടെ ഉള്ള ഐറ്റംസിൽ ഏകദേശം ഒരു 1/4 ഭാഗം പോലും ആയിട്ടില്ല. ഇത് എന്താണ് ദോശ, പത്തിരി കയ്യുള്ള, ഇത് കുട്ടികൾക്കൊക്കെ ഇതെന്താ സാധനം പറഞ്ഞാൽ ചീനച്ചട്ടി. ഇത് ഗ്ലാസ്. നമ്മളെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കി കണ്ട് നമ്മളിതാ മൺ ഗ്ലാസ്. ഇതിനൊക്കെ എത്ര വില വരും? അതിന് 60 രൂപ. നമ്മൾ വീട്ടിലെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മള് സാധാരണ അത് പറ്റൂല അല്ലേ? സാധാരണ പറ്റില്ല, കാരണം പീടികളിലൊന്നും പറ്റൂല. അടിപൊളി ഗ്ലാസ് കണ്ടല്ലോ, നല്ല ഇതിലൊക്കെ വെള്ളം പാർന്ന് കുടിച്ച് നല്ല തണുപ്പുണ്ടാവും. ഇത് ചെടിച്ചട്ടിയില്ലേ, ചെടിച്ചട്ടി. പിന്നെ കപ്പുണ്ട്, പിന്നെ ഇതൊക്കെ സാധനം ചെറിയ കലം കുട്ടികൾക്കുള്ള, അതുപോലെ ഷോക്കേസിലൊക്കെ ഇതൊക്കെ കപ്പുകളുണ്ട്. ഇത് കാണില്ലേ, ആനയൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഓരോ കലാകാരന്റെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് സാധനം ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇത് നമുക്ക് മീൻകറി വെക്കാം അല്ലേ, മീൻകറി, ഇറച്ചി വെക്കാം. നല്ല അടിപൊളി ചട്ടിയാ. അങ്ങനെ ഒരുപാട് സാധനം. പിന്നെ നമുക്ക് പണം ഇട്ട് വെക്കാം, തൊണ്ട് എന്നൊക്കെ പറയും. തൊണ്ട് പൊളിച്ചിട്ടൊക്കെ പറഞ്ഞു കുട്ടികള് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന നൽകി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇവിടെ ഫ്ലവർ ഇട്ട് വെക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ ബാക്കിൽ നോക്കിയാലും ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേലായുധേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ നല്ല ഓർഡർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം. ഈ ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ കിട്ടിയ ആ ഒരു കലയിലൂടെ തുടർന്ന് പോകുന്ന അദ്ദേഹം കുറച്ച് ആളുകളുള്ളൂ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന, ഈ ഒരു കല ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് കുലത്തൊഴിൽ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. നിലനിൽക്കണ വെച്ചാല് നാട്ടുകാരൊക്കെ ഓല ഞങ്ങളെ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റും. അതെ. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ട് ഇങ്ങനെ നല്ല നല്ല ഓർഡറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. എങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ, ഒരു റോഡ് സൈഡിൽ പോകുന്ന ഒരാളെ മുട്ടയ്ക്ക് ഒരു ചേച്ചി വില പറഞ്ഞിട്ട് ആ ചേട്ടൻ 3 രൂപ പറഞ്ഞപ്പോൾ 2 രൂപക്കാണ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വീഡിയോ ആണ്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, 400 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് 500 രൂപ കൊടുത്ത് 100 രൂപ ടിപ്പായിട്ട് വെച്ചോളാം. അപ്പോൾ വേണ്ടാത്ത ആളുകൾക്ക് ആ 100 രൂപ കൊടുക്കുന്നു. അതിന് അർഹതപ്പെട്ട ആ 3 രൂപയ്ക്ക് മുട്ടാകുന്ന ആൾക്കാർ 3 രൂപ തന്നെ യഥാർത്ഥത്തിൽ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ മറന്നു പോകും. ഇത്തരം ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. വേലായുധേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമുക്ക് കാണാം. ബൈ.